2-3 പേര് ചോദിച്ച ഒരു ഇതാട്ടോ, റേഡിയേഷന്റെ സൈഡ് എഫക്ട് എന്ന് പറയാൻ പറ്റില്ല, സ്കിന്നിൽ വരുന്ന അത് പോവാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന്. അപ്പോൾ ടു ബി ഫ്രാങ്ക് 2019-ലായിരുന്നു. അഗെയിൻ ഞാൻ പറയാണ്, ഇപ്പോഴല്ല കേട്ടോ, എനിക്ക് അപ്പോഴായിരുന്നു റേഡിയേഷനൊക്കെ. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാനൊരു ആയുർവേദ ഇതാണ് എല്ലാത്തിനും ഞാൻ സൈഡായിട്ട് എടുത്തിരുന്നത് ആയുർവേദ മെഡിസിൻ ആയിരുന്നു. അപ്പോ അതിന്റെ കഴുത്ത് തൊട്ട് വയറ് വരെ ഇങ്ങനെ പൊള്ളിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 1 month കംപ്ലീറ്റ് റേഡിയേഷൻ ആയിരുന്നു. അപ്പോൾ സ്കിന്നാകെ ബേൺ ആയിട്ട്, റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പുകച്ചിലും ഇതൊക്കെ ആയിരിക്കും. അപ്പൊ സ്കിന്നൊക്കെ ബേൺ ആയിട്ട് റെഡ് ആയിട്ട് നമുക്ക് ഈവൻ ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു കാര്യങ്ങള്. അപ്പോൾ ഞാൻ അതിനുപയോഗിച്ച ഒരു ആയുർവേദ ലൈക്ക് ഇതാണ് മെഡിസിൻ ആണ്, അത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതായിരുന്നു പണ്ടേ ഉള്ളതാ. ഞാനും ദൈവവും തമ്മിലൊരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം. ഞാൻ ഇവിടുന്ന് അയക്കുന്ന സിഗ്നൽ അവിടെ എത്തുമ്പോഴേക്കും ചെറുതായിട്ട് ലേറ്റ് ആവും. അപ്പൊ പണ്ടെപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരനോട്, എനിക്ക് ഗ്രിൽഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ആ പുള്ളി പക്ഷെ തന്നത് എനിക്ക് റേഡിയേഷന്റെ സമയത്ത് കഴുത്ത് വിട്ട് വയറ് വരെ ഗ്രിൽഡ് ചിക്കൻ മാതിരി ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സ് ഊരുമ്പോ സ്കിൻ തിരിച്ച് പുറത്തേക്ക് വരും. അത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര പുകച്ചില്, അതിന്റെ ഇടയ്ക്ക് വോമിറ്റിങ് എല്ലാം ഉണ്ടാവും. അപ്പൊ കുറച്ച് തണുപ്പ് കിട്ടാനും എനിക്ക് നല്ലോണം എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല തണുപ്പ് കിട്ടും, ആ ബേണിംഗ് സെൻസേഷൻ ഒന്ന് കുറയും, ഒരു കൂൾ ഇത് കിട്ടും. കാരണം നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് കറക്റ്റ് ഗ്രിൽഡ് ചിക്കൻ ആ തൊലി ഇങ്ങനെ പോരുന്ന പോലെ ഡ്രസ്സ് വരുമ്പോ ഞാൻ ഒരു ഷോള് മാത്രം കവർ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഞാൻ അത്ര നാൾ ഉണ്ടായിരുന്നത്, അതൊന്ന് ക്യൂർ ആവണം വരത്. അപ്പോ ഈ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഓയിൽമെന്റ് ആണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് അത് ഓക്കെ ആയിരുന്നു, എന്റെ ബോഡിക്ക് അത് ഓക്കെ ആയിരുന്നു. പക്ഷെ എല്ലാവരെയും കാര്യം എനിക്കറിയില്ല. അഗെയിൻ ഞാൻ പറയാണ്, ഞാൻ എന്റെ അനുഭവങ്ങളാണ് പറയുന്നത്. എന്റെ ബോഡിക്ക് അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങള് ഒരു ഡോക്ടറോട് കണ്ടിട്ട് ഒരു അഭിപ്രായം എടുത്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ടു ബി ഫ്രാങ്ക് അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഒക്കെ നിന്നു, കുറച്ച് പെട്ടെന്നൊന്ന് ക്യൂറായി ഉണക്കാവാനായിട്ടൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, അപ്പൊ ഞാനത് താഴെ കൊടുക്കുന്നുണ്ട്. എന്റെ ആ ഒരു ചോദിച്ചത് കൊണ്ടാണ്. അപ്പൊ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചിട്ട് എന്റെ മാത്രം ഇതാണ് ഞാൻ യൂസ് ചെയ്താണ് നിങ്ങളോട് പറയുന്നത്. എല്ലാവരും ബോഡി ഒരേപോലെ ആവണം എന്നില്ലല്ലോ. സോ അങ്ങനെ ഒന്ന് ചെയ്യുക. അപ്പൊ എന്താ പറയാ, അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ ഇനിയിപ്പോ എന്ത് പറയാനല്ലേ. പിന്നെ ഉണ്ടല്ലോ ഈ പാവപ്പെട്ട കുട്ടി, ഇങ്ങനെ വയ്യാത്ത കുട്ടി രാവിലെ എണീച്ച് വീഡിയോയും എഴുതി കുത്തിയൊക്കെ ഇടുമ്പോ കുറച്ചെങ്കിലൊക്കെ റെസ്പോണ്ട് ചെയ്യാട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരു കുത്തി കഴിഞ്ഞാൽ ഒരു ലൈക്ക് ആയില്ലേ. നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. ആയിക്കോട്ടെ, നമ്മളെന്നെ ആർക്കും വേണ്ടല്ലോ. ശരി എന്നാലും.